നമസ്കാരം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ LD ടൈപ്പിസ്റ്റ് കോഴ്സ് നടത്തുന്ന നമ്മുടെ സ്ഥാപനമാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ടൈപ്പ് മെഷീൻ ഉണ്ട്. ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഗൈഡ് റോ എന്ന് പറയും. ഇപ്പൊ ഗൈഡ് റോ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഗൈഡ് കീ എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് കീബോർഡിൽ നോക്കി ഗൈഡ് റോ എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്നുള്ളതാണ്. എന്തു ഈ വഴി കാണിക്കുന്നത്? നമ്മുടെ ടൈപ്പ് മെഷീനില് നമ്മളെ കണ്ണ് കെട്ടി എക്സ്പേർട്ട് ആയിട്ടുള്ള, നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താ, നിങ്ങൾക്ക് ലോവർ പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ലോവർ നിങ്ങൾക്ക് അറിയാം, ടൈപ്പ് റൈറ്റിംഗ് ഹയർ നിങ്ങൾ പാസ്സായ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കണ്ണ് കെട്ടി നിങ്ങളുടെ ഈ ടൈപ്പ് മെഷീന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയിട്ട് നിങ്ങളുടെ ഈ ചെറിയ വിരലുകൾ, നിങ്ങളുടെ വലത്തെ കൈയിലെയും ഈ ഇടത്തെ കൈയിലെയും ചെറിയ വിരലുകൾ ഈ എയിലും എ എന്ന് പറയുന്ന സ്വിച്ചിലും ഈ സെമി കോളൻ എന്ന് പറയുന്ന സ്വിച്ചിലും വെച്ച് തന്നാൽ മാത്രം മതി. നിങ്ങൾ ബാക്കി കാര്യം കേട്ടിട്ട്, മാറ്റർ കേട്ടിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യും. കാര്യം എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അറിയാം ആ എയിലും സെമി കോളിലും നിങ്ങളുടെ വിരൽ വെച്ച് തന്നാൽ മാത്രം നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഗൈഡ് ചെയ്യുന്ന കീ ആണ് ഗൈഡ് കീ എന്ന് പറയുന്നത്. എ, സെമി കോളൻ, ഇത് രണ്ടുമാണ് ഗൈഡ് കീസ് എന്നറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ എയിലും സെമി കോളനിലും വിരൽ അമർത്തിക്കൊണ്ട് ബാക്കി സ്വാഭാവികമായിട്ടും വിരൽ ഇങ്ങനെ നിരന്നാ വരുന്നത്. സെമി കോളൻ, LKJ പോയിട്ട് ASDF. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് ഗൈഡ് റോ ആണ്. ഗൈഡ് റോ പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം ചോദിക്കും, ഗൈഡ് റോ എത്രാമത്തെ റോ ആണെന്ന്. ഗൈഡ് റോ എത്രാമത്തെ റോ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം രണ്ടാമത്തെ റോ. പക്ഷെ പരീക്ഷയ്ക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കും, മുകളിൽ നിന്ന്, ടൈപ്പ് മെഷീനിൽ മുകളിൽ നിന്ന് താഴേക്ക്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് എത്രാമതാണ് ഗൈഡ് റോ എന്ന് വെച്ചാൽ നമ്മൾ പറയും മൂന്നാമതാണെന്ന് പറയും. അതല്ലാതെ പിന്നെ ഗൈഡ് റോ എത്രാമതെന്ന് ചോദിച്ചാൽ നിങ്ങൾ രണ്ടെന്നേ പറയാം. കാര്യം എന്താ? ആദ്യത്തെ റോ കഴിഞ്ഞ് രണ്ടാമത്തെ റോ. ആ രണ്ടാമത്തെ റോയിലാണ് നമ്മൾ എപ്പോഴും ഒരു പടി പോലെയല്ലേ ഈ കീസ് കാണുന്നത്. അപ്പം 1, 2, 3 എപ്പോഴും താഴെ നിന്നാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഗൈഡ് റോ എത്രാമത്തെ റോയാണ്? രണ്ടാമത്തെ റോയാണ്. താഴെ നിന്ന് എത്രാമത്തെ റോയാണ്? രണ്ടാമത്തെ റോയാണ്. മുകളിൽ നിന്ന് എത്രാമത്തെ റോയാണ് ഗൈഡ് റോ? അത് മുകളിൽ നിന്ന് മൂന്നാമത്തെ റോയാണ് ഗൈഡ് റോ. അപ്പൊ ഗൈഡ് കീ മനസ്സിലായി, ഗൈഡ് റോ മനസ്സിലായി. പിന്നെ അതിന്റെ ആദ്യത്തെ ആ അക്ഷരങ്ങൾ ഹോം കീസ് എന്നാ പറയാ. ASDF സെമിക്കോളൻ LKJ. കണ്ടോ, ഹോം കീസ് എന്ന് പറയാൻ കാര്യം ആ ഗൈഡ് റോയിൽ ഗൈഡ് കീസിൽ എയും സെമിക്കോളനും വെച്ച് കഴിയുമ്പോൾ ബാക്കി എങ്ങനെ ആ ഹോം കീയിലിരിക്കുക. ഹോം കീ മീൻസ് വീട്. അങ്ങനെ തന്നെയാണ് നമ്മൾ വീട്, ഹോം വീടാണ്. അപ്പോൾ നമ്മുടെ വിരലുകൾ കറക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ആ വേരിയേഷൻസ് വരുന്നത്. കണ്ടോ, അപ്പം നിങ്ങൾക്ക് ഗൈഡ് കീ മനസ്സിലായി, ഹോം കീസ് മനസ്സിലായി. നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസിന്റെ, അല്ലെങ്കിൽ LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, അതുപോലെയുള്ള തസ്തികകളിലേക്കുള്ള ക്ലാസിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ മെഷീൻ കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഇന്ററാക്റ്റീവ് ബോർഡ് ഉണ്ട്. ഇന്ററാക്റ്റീവ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് ടൈപ്പ് മെഷീന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ ബോർഡിൽ കാണിച്ച്, അതായത് ഇന്ററാക്റ്റീവ് ബോർഡ് വഴി പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലാണുള്ളത്. ഇത് നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഫീഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലാണ്. നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ ചാനലാണിത്. അതുപോലെ മറ്റൊരു ചാനൽ ഉള്ളത് SK ടോക്സ് എന്ന് പറയുന്ന ചാനലാണ്. ഇതിൽ ഞാൻ ധാരാളം ടൈപ്പ് റൈറ്റിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്ത് കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഫീഷ്യൽ, ഇപ്പൊ ഈ രണ്ട് ചാനൽ നമുക്കാണ്. ചാനൽ വഴിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടൈപ്പ് മെഷീൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഫീഷ്യലില് കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആ കമ്പ്യൂട്ടർ ക്ലാസ്സുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ നമുക്ക് സ്ക്രീൻ നോക്കി പഠിക്കാൻ പറ്റും. ഇപ്പോ നിങ്ങൾ ഈ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവരായിരിക്കില്ല. അതുപോലെ തന്നെ ലാപ്ടോപ്പ് അല്ല. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ MS വേർഡ് എന്ന് പറയുന്ന ആ വേർഡ് 2007 സിലബസ് ആണ് PSC പ്രകാരം നമുക്ക് പഠിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന കമ്പ്യൂട്ടറിലൊക്കെ 2010 ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2007 അപ്ലോഡ് ചെയ്തിട്ട് അത് പഠിക്കണം. അപ്പോൾ എന്തായാലും സ്ക്രീൻ നോക്കി പഠിക്കാനുള്ള ഒരു ഉപകാരം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഫീഷ്യലാണെങ്കിലും അല്ലെങ്കിൽ ഈ ബോർഡിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ആ സ്ക്രീൻ നോക്കി പഠിക്കാനുള്ള ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റ് പേപ്പറുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ രീതിയിലുള്ള ടെസ്റ്റ് പേപ്പറുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും
മെയ് 15-ാം തീയതി LD ടൈപ്പിസ്റ്റിന്റെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് 15-ാം തീയതി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈൻ ഓൺലൈൻ ഇനി വരാൻ പോകുന്ന LD ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഓഫ്ലൈനിൽ ഡിജിറ്റൽ ബോർഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സാങ്കേതിക വിദ്യയിലൂടെ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് വഴിയുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. വളരെ മികച്ച രീതിയിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മെഷീൻ കാണിച്ചിട്ടുള്ള ലൈവായിട്ടുള്ള പഠിത്തത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ചുവടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.